അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും എന്നെ സഹായിക്കണം. അസ്സലാമലൈക്കും. ഇത് എൻ്റെ മോളാണ്. 8 വയസ്സുണ്ട്. കുറച്ച് 4 വർഷമായി ട്യൂമറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ട്യൂമർ പിന്നെ വളർന്നു. 2 മാസത്തിനിടയ്ക്ക് 4 സർജറി കഴിഞ്ഞ് ഇനിയും ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കണം. എൻ്റെ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. പോരാത്തന്നെ ഹാർട്ട് പേഷ്യൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ആഗ്രഹിച്ചതല്ല ഇങ്ങനെ വരണമെന്നൊന്നും. നിങ്ങളെല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ മോൾക്ക് ട്യൂമറിൻ്റെ പ്രശ്നമായിട്ട് തിരുവനന്തപുരത്ത് RCC ചികിത്സയാണ്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഞങ്ങൾക്ക് ചെയ്യണം. ഇതുവരെ നമ്മൾ വേറെ ആരും ഇത് കൈനീട്ടി ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമുക്ക് ഞങ്ങൾ പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാറൂഖ് ചെറുപ്പുളശ്ശേരി. ഇത് സനമോൾക്ക് തലയിലെ ട്യൂമറാണ്. പ്രിയപ്പെട്ടവർ, വല്ലാത്തൊരു സങ്കടത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഏകദേശം മാസങ്ങളായിട്ട് തിരുവനന്തപുരത്തുള്ള RCCയുടെ തൊട്ടടുത്തുള്ള SYSന്റെ ബിൽഡിങ്ങിൽ ഇങ്ങനെ കഴിയുകയാണ് ഷാം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹം ഒരു പെയിന്റിങ് തൊഴിലാളിയാണ്. അതിലുപരി അദ്ദേഹത്തിന് ആർട്ട് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഇത്രയും കാലം സന്തോഷമായിട്ട് കുടുംബത്തെ കൂടെ ജീവിച്ചു. പക്ഷേ പെട്ടെന്നാണ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഇങ്ങനൊരു മരകമായ അസുഖം പിടിപെട്ട് യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത ഒരു കുടുംബമാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നുച്ചിയാടെന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ പൊന്നുമോളെ സന എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ പൊന്നു മാലാകയെ നിങ്ങളെല്ലാവരും സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സഹായിക്കൂട്ടോ കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ അടുത്ത് മോളിങ്ങനെ മെല്ലെ സംസാരിച്ചിട്ട് പറയാ, തല ഭയങ്കര വേദനയാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ വേദന സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഇരിക്കുക. എനിക്കത് പറയുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ. പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കളെയാണ് ഓർമ്മ വരുന്നത്. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ കുടുംബത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. പ്രിയപ്പെട്ടവർ, വല്ലാത്തൊരു സങ്കടമാണ്. കാരണം സർജറിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു SYSന്റെ കാരുണ്യത്തിൽ കഴിയുകയാണ് ഈ കുടുംബം. നിങ്ങളെല്ലാവരും ഈ പൊന്നുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കഴിവിന്റെ പരമാവധി നിങ്ങൾ സഹായിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഉളിക്കൽ പഞ്ചായത്തിലെ മുച്ചാട്ടെ 8 വയസ്സ് മാത്രം പ്രായമുള്ള സന ഫാത്തിമ മാരകമായ രോഗങ്ങൾ കൊണ്ട് ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് ഭീമമായ തുകയാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സന ഫാത്തിമയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള വലിയ ഒരു ആത്മാർത്ഥമായ ശ്രമം നമുക്കെല്ലാവർക്കും ചേർന്ന് നടത്തണം. പാവപ്പെട്ട നിർധനമായ കുടുംബത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഈ ഉദ്യമത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം സജീവ് ജോസഫ്, ഇരിക്കൂർ MLA. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, വളരെ വേദനാജനകമായ ഒരു വിവരം അറിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ ഈ സമയത്തൂടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ മഹലിലെ നിർധനമായ ഒരു കുടുംബത്തിലെ ഒരു പാവപ്പെട്ട കുഞ്ഞ്, 8 വയസ്സ് പ്രായമുള്ള ഒരു മോള് ഒരു ഭയാനകരമായ രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീമമായ ഒരു സംഖ്യ അതിന് ചികിത്സയ്ക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അതുമായി നിർലോഭമതികളായ ആളുകളുടെ നിസ്സീമമായ സഹകരണം അനിവാര്യമാണ്. ആരോഗ്യനില വളരെ പരിങ്ങലിലാണ്. ഇനിയും 4 വർഷത്തോളം തുടർച്ചയായ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് ആ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ആതുരാലയവും ആശുപത്രിയും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയൊരു സംഖ്യം ആവശ്യമായതുകൊണ്ട് തന്നെ മഹലിൻ്റെ നിർലോഭമതികളായ മുഴുവൻ ആളുകളെയും അകമഴിഞ്ഞ നമ്മുടെ ഒരു പൊന്നുമോൾ എന്ന് നൽകുന്ന, നമ്മുടെ ഹൃദയബന്ധമുള്ള രക്തബന്ധമുള്ള ഒരു പൊന്നുമോൾ എന്ന് നൽകുന്ന നമ്മുടെ മഹലിൻ്റെ ഒരു പൊന്നുമോളാണ്. ആ മോളുടെ ജീവൻ തിരിച്ചു കിട്ടാനും ആരോഗ്യം വീണ്ടെടുക്കാനും വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും
നന്നായ നിലയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ മഹല്ല് ഖത്തീബ് എന്ന നിലക്ക് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ഈ സംരംഭം വിജയിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സനാമോൾക്ക് ചിറക് മുളച്ചിട്ടേയുള്ളൂ പ്രിയപ്പെട്ടവരെ, പറന്നുയരാൻ ഇനിയുമുണ്ട് ഏറെ ദൂരം. തലയിൽ ട്യൂമർ ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ സനാമോൾ എന്ന് പറയുന്ന ഈ 9 വയസ്സുകാരിയെ നാം ചേർത്ത് പിടിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു നാട് മുഴുവനും ഒറ്റക്കെട്ടായി നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നത് തന്റെ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തന്റെ നാടിന്റെ മഹല്ല് ഭാരവാഹികളും അതോടൊപ്പം തന്റെ വിദ്യാലയത്തിലെ അധ്യാപകന്മാരടക്കം ആ നാടിന്റെ ജനപ്രതിനിധികൾ നമ്മുടെ മുമ്പിൽ വന്ന് കൈകോർക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ കാഴ്ച നാം കണ്ടില്ല എന്ന് നടിക്കുക? ഏറ്റവും വേദനകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഈ നുച്ചിയാട് എന്ന് പറയുന്ന ഗ്രാമം ഇപ്പോൾ കടന്നു പോകുന്നത്. ഏറെ വേദനയോടുകൂടി ഒരു നാട് മുഴുവൻ നമ്മുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ നാടിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നാം രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് യാചിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഹൃദയമുള്ള മലയാളി സമൂഹമേ നമുക്ക് സാധിക്കുമോ? നമുക്കും മക്കളുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കൾക്കാണ് ഇതുപോലെ ഒരു അവസ്ഥയെങ്കിൽ ഈ അവസരത്തിൽ നമ്മുടെ മാനസികാവസ്ഥ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ആ പൊന്നുമോളുടെ സർജറി നടത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വിടരും മുൻപേ അത് കൊഴിഞ്ഞു പോകാൻ ഏറെ ഇടയുണ്ട്. അതിന് നാം സമ്മതിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ.